Hi friends, welcome to Olive Food Court. എല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കണം. കുട്ടികളെ കൊണ്ടൊന്നും പുറത്ത് പോകരുത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂന്തൽ ഫിഷ് നിറച്ചതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ 11 കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് കൈവിരൽ വെച്ചിട്ട് തന്നെ വേസ്റ്റുകൾ മുഴുവൻ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് നല്ലോണം വൃത്തിയാക്കി എടുത്തതാണിത്. നമുക്കിതിൻ്റെ സൈഡിലുള്ള വിങ്സ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലുള്ള വിങ്സ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാൻ അതിൻ്റെ തലയുടെ ഭാഗത്തുനിന്ന് കുറച്ച് നല്ല ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് മീഡിയം ഫ്ലെയിമിലാട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ അതുപോലെ 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചും ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴറ്റി കിട്ടിക്കോളും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കത് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൂന്തലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ നല്ലോണം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കൂന്തലെടുത്തിട്ട് ഓരോരോ കൂന്തലും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം അതുകൊണ്ടോ ഇതിലേക്ക് നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ കിടന്ന് നല്ലോണം കുക്കായിട്ടുണ്ടാകും. നമുക്കിതൊന്ന് മറിച്ചിടാം. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ അത് ഇതിൻ്റെ 2 സൈഡും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇത് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് കളർ കാണണം എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം കൂടെ നല്ലോണം നെരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് ഇത് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലും കൂടെ ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമുക്കതിൽ നിന്ന് ഓരോ കൂന്തലെടുത്തിട്ട് ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് സ്പൂണിലായതുകൊണ്ട് തന്നെ അതിൽ ഫില്ല് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈവിരൽ വെച്ചിട്ട് തന്നെ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കൈവിരൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാണ്ട് ആവിയിൽ വേണമെങ്കിലും സ്റ്റീം ചെയ്തിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഴുവനായിട്ട് മസാലയിൽ നിറച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂല് കൊണ്ട് തുന്നിയെടുത്താലും മതി. എന്നിട്ട് ആവിയിൽ ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ് ഉണ്ടായിരുന്നത്. വലിയ സ്റ്റിക്കായത് കാരണം ഞാൻ ഇത് 4 വലിയ സൈസിലുള്ള 4 ഒരുമിച്ചാണ് ഇതുപോലെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടികൾക്കൊക്കെ വിളമ്പാനാണെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ വലിയ സൈസിലുള്ളത് 4 ഒരുമിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ സൈസിലുള്ളതും വേറെ ഒരു സ്റ്റിക്കിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂന്തൽ നിറച്ചത്. അതിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.